ഹായ്, അപ്പം ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് 35ാമത്തെ വയസ്സിൽ ഞാൻ തിരിച്ചറിഞ്ഞ കുറേ കാര്യങ്ങളാണ്. ഞാൻ ലൈഫിൽ ചെയ്ത കുറേ മിസ്റ്റേക്സുകളെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. ഒന്ന്, എനിക്കിപ്പോൾ ഏജ് 35 വർഷമായി. അപ്പം ഞാൻ ഈ ഇടയ്ക്ക് എൻ്റെ ലൈഫിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരുപാട് മിസ്റ്റേക്സാണ് ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ അതൊന്നും ഇനി നമുക്ക് തിരിച്ചു പോയി ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടുന്ന് നമുക്ക് റെക്ടിഫൈ ചെയ്യാനേ പറ്റത്തുള്ളൂ. ഞാൻ ചെയ്ത ആദ്യത്തെ മിസ്റ്റേക്ക് എൻ്റെ 20s എൻ്റെ കരിയർ പാത്ത് പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്തില്ല എന്നുള്ളതാണ്. അപ്പോൾ എനിക്കിപ്പോൾ പുതുതായിട്ട് വരുന്ന കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങളൊരു IT പ്രൊഫഷണലൊക്കെ ആണെങ്കിൽ ആദ്യം നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ കരിയർ പാത്താണ്. അതായത് നിങ്ങൾ ഇത്ര വയസ്സിനുള്ളിൽ അല്ലേ ഒരു പ്രോപ്പർ കരിയർ പാത്ത് നിങ്ങൾ സെറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ച് വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എൻ്റെ 20s തന്നെ എനിക്ക് SIPs സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചായിരുന്നെങ്കിൽ ഒരു നല്ല കോർപ്പസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമായിരുന്നു. അപ്പം പുതുതായിട്ട് വരുന്ന ജനറേഷനോട് എനിക്കും പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ SIPs പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മളെല്ലാവരും വിചാരിക്കുന്നത് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റിയ സമയം എന്ന് പറയുന്നത് ബേർഡൻസ് ഒന്നും ഇല്ലാതെ നമ്മൾ സിംഗിളായിട്ട് ഇരിക്കുന്ന സമയമാണെന്നാണ്. എന്നാൽ അങ്ങനെയല്ല, അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സേവ് ചെയ്യാൻ പറ്റിയ സമയം. ആ സമയം നമ്മൾ മാക്സിമം സേവ് ചെയ്യുക. നമ്മൾ 30s ആകുമ്പോഴത്തേക്ക് നമ്മൾ സ്പെൻഡ് ചെയ്ത് തുടങ്ങുക. ഇതെല്ലാം നമുക്ക് കിട്ടുന്നത്, ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ 20s കിട്ടിയ എല്ലാ എൻ്റെ ഏണിങ്സും ഞാൻ സ്പെൻഡ് ചെയ്യുക ചെയ്തത്. പക്ഷേ എനിക്ക് 30s വന്നപ്പോൾ എനിക്ക് അതിൻ്റെ സ്ട്രഗിൾസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ 20s കിട്ടുന്നവർ അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഞാൻ പറഞ്ഞ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് യു ആർ 20s അത് പ്രോപ്പറായിട്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തേ പറ്റത്തുള്ളൂ. ഓക്കെ, പിന്നെ ഇതൊരു ഫസ്റ്റ് വീഡിയോ ആണ്. എനിക്കറിയാം ഇതൊരു പെർഫെക്റ്റ് വീഡിയോ ഒന്നുമല്ല. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ടുള്ള വീഡിയോസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ താങ്ക് യു.